ഫാത്തിമ ബീവി ലോകത്തോട് വിട പറയാൻ പോകുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞ നേരം നമുക്ക് ഓർമ്മയുണ്ടാകും ആ സംഭവം. അസ്മാ ബീവി അരികത്തുണ്ട്. ജഅഫർ എന്നവർ വഫാത്തായപ്പോ അസ്മാ റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖ് എന്നവരെ വിവാഹം ചെയ്തിട്ടുണ്ട്. മഹദി റളിയല്ലാഹു തആല അൻഹ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പിതാവായ നമ്മുടെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 6 മാസം കഴിഞ്ഞ് ലോകത്തോട് വിട പറയുകയാണ്. ഫാത്തിമ ബീവി ലോകത്തോട് വിട പറയുമ്പോ ബീവിക്ക് വയസ്സ് 20 ആണെന്ന് നമ്മൾ ഓർക്കണം. 20 വയസ്സ്, 20ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖിന്റെ അരികത്തേക്ക് ഹബീബിന്റെ വഫാത്തിന് ശേഷം ആദ്യം വരുന്നത് മോളെ നിങ്ങളാണ്, മോളെ അൻതി അവ്വലു അഹ്ലി ലഹാഖൻ ബി. ഹബീബായ നബി തങ്ങൾ വഫാത്തായി വഫാത്ത് ആവാനുള്ള കിടത്തം കിടന്നപ്പോ ആ മരണശയ്യയിൽ കിടക്കുമ്പോൾ ബീവിയോട് ഫാത്തിമയോട് റളിയല്ലാഹു അൻഹയോട് ചെവിയിൽ ചെന്നൊരു മന്ത്രിച്ചിട്ടുണ്ട്, ഒരു സ്വകാര്യം പറഞ്ഞിട്ടുണ്ട്. ആ സ്വകാര്യം കേട്ടപ്പോൾ ബീവി കരയുകയും പിന്നീട് ഒരു സ്വകാര്യം പറഞ്ഞപ്പോൾ ബീവി ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, മോളെ ഫാത്തിമ. ആയിഷ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ കേളാമയാണ്, അല്ലെങ്കിൽ ഉമ്മയുടെ സ്ഥാനത്താണ്. പക്ഷെ ആ ആയിഷ ബീവി ഫാത്തിമ ബീവിയെക്കാളും 2 വയസ്സ് താഴെയാണ്. ഫാത്തിമ ബീവി ആയിഷ ബീവിയെക്കാളും വയസ്സുകൊണ്ട് മുതിർന്നവരാണ്. പക്ഷെ ആയിഷ ബീവിയെ ഉമ്മ എന്നാണ് വിളിക്കുക. അത് ഹബീബിന്റെ ഭാര്യയായതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി ചോദിച്ചു, ഫാത്തിമ എന്താണ് ഹബീബ് നിങ്ങളോട് പറഞ്ഞത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അത് റസൂലുള്ളാഹി എന്നോട് സ്വകാര്യം പറഞ്ഞതല്ലേ. എന്റെ ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലം സ്വകാര്യം വെളിച്ചത്താക്കാൻ പാടില്ല. നല്ല സ്വകാര്യങ്ങൾ വെളിച്ചത്താക്കാം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചീത്ത സ്വകാര്യങ്ങൾ ഒരിക്കലും വെളിച്ചത്താക്കാൻ പാടുള്ളതല്ല, പരസ്യമാക്കാൻ പാടുള്ളതല്ല ഇസ്ലാമിൽ. അതുകൊണ്ട് ഹബീബിന്റെ വഫാത്ത് കഴിഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഒരുപാട് ചോദിച്ചപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു, ആദ്യമായി ഉപ്പ എന്നോട് പറഞ്ഞത്, മോളെ ഇത് നിന്റെ ഉപ്പയുടെ ഈ ലോകത്തെ അവസാനത്തെ ദിവസമാണ്, പരലോകത്തിന്റെ ആദ്യത്തെ ദിവസമാണ്. ഇത് പറഞ്ഞപ്പോ ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്നോട് ഉപ്പ പറഞ്ഞു, മോളെ അരികത്തേക്ക് വാ. എന്റെ ചെവിയിൽ പറഞ്ഞു, മോളെ ഉപ്പ വഫാത്തായാൽ ഖബറിലേക്ക് എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കുന്നത് നിങ്ങളാണ് മോളെ ഫാത്തിമ, നിങ്ങളാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിരിച്ചതെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ. നമ്മൾ ആലോചിച്ചു നോക്കൂ, നിങ്ങളാണ് മരിക്കുക എന്ന് പറഞ്ഞാൽ ആർക്ക് ചിരിക്കാൻ കഴിയും? അപ്പോഴാണ് ബീബി ചിരിച്ചത്. ആ ചിരി കഴിഞ്ഞതിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ 6 മാസം കഴിഞ്ഞ് മരണത്തിന്റെ ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പാണ് ചിരിച്ചത് എന്നാണ് ചരിത്രം. അതിനിടയിൽ ചിരിച്ചില്ല. ഉപ്പയുടെ മരണം കഴിഞ്ഞ സങ്കടത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ രോഗശയ്യയിൽ കിടക്കുമ്പോൾ തൊട്ടരികത്തുണ്ട് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ. ബീവിയോടൊരു സങ്കടം പറഞ്ഞു, അസ്മാ ഞാൻ ആലോചിച്ചു പോകുന്നു, ഞാൻ മരിക്കുകയും എന്റെ മയ്യത്തെ കഫംപുടയിലായി പുതക്കുകയും ചെയ്താൽ അതൊരു പലക കഷ്ണത്തിലല്ലേ കൊണ്ടുപോകുന്നത്? എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എന്റെ ശരീരത്തിന്റെ വണ്ണവും എന്റെ ശരീരത്തിന്റെ വലുപ്പവും എന്റെ നീളവുമെല്ലാം പുരുഷന്മാർ വഴിവക്കിൽ നിൽക്കുന്നവർ കാണില്ലയോ അസ്മാ? എനിക്ക് മരിക്കാൻ എന്തെന്നില്ലാത്ത പേടിയാവുന്നു. എന്റെ ശരീരം ഒരു അന്യ പുരുഷൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ എന്റെ മയ്യത്ത് അന്നൊരു പലകപ്പുറത്ത് കൊണ്ടുപോകുന്ന പോലെയാണ്. അന്നത്തെ ജനാസക്കട്ടിൽ അങ്ങനെയാണ്, ഒരു പലകയാണ്. ആ പലകയിൽ വെച്ചാ കൊണ്ടുപോകുന്നത്. അസ്മാ ആ കിടത്തമോർക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത വിഷമം തോന്നുന്നുണ്ട് അസ്മാ. നോക്കണം, ഫാത്തിമ റളിയല്ലാഹു അൻഹ 20ാമത്തെ വയസ്സിലാണ് പറയുന്നത്. 90 വയസ്സ് കഴിഞ്ഞ പ്രായത്തിലല്ല ഇത് പറയുന്നത്. 20ാമത്തെ വയസ്സിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്കാണിത്. അവരല്ലയോ സയ്യിദത്തു നിസാഇൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് വരുന്ന പെണ്ണുങ്ങളുടെ നേതാവ് അഷ്റഫുൽ ഖൽഖിന്റെ മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയല്ലേ? ആ മഹദി എന്താണ് വിഷമിച്ചത്? എന്തിനാണ് വിഷമിച്ചത്? റോഡിലൂടെയുള്ള നടത്തത്തെ കുറിച്ചല്ല മഹദി പറയുന്നത്.
അന്യപുരുഷന്മാരുമായി ഇടപഴകി സംസാരിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. അന്യരുമായി ഫോൺ സംഭാഷണം നടത്തുന്നതിനെ കുറിച്ചുമല്ല ഈ പറയുന്നത്. മഹദി റളിയല്ലാഹു അൻഹയുടെ ഈ വേവലാതി മരിച്ചു കഴിഞ്ഞ് ജനാസ കൊണ്ടുപോകുമ്പോൾ ഞാനൊരു പെണ്ണല്ലയോ, എന്റെ ശരീരം വെള്ളവസ്ത്രം കൊണ്ട് റാപ്പ് ചെയ്യുമ്പോ എന്റെ ശരീരത്തിന്റെ വണ്ണമോ എന്റെ ശരീരത്തിന്റെ നീളമോ അന്യ പുരുഷന്മാർ കാണില്ലയോ അസ്മാ? ഇത് പറഞ്ഞപ്പോ എത്യോപ്യയിൽ നിന്ന് പരിചയമുള്ള ഈ ബീവി അസ്മാ റളിയല്ലാഹു അൻഹ കപ്പൽ കയറി ദീനിന് വേണ്ടി ആത്മീയ ജ്ഞാനത്തിന്റെ തീരത്തേക്ക് യാത്ര തിരിച്ച മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ നമ്മുടെ പ്രിയപ്പെട്ട ഹബീബിന്റെ മോളോട് ഫാത്തിമ ബീവിയോട് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫാത്തിമ അതിന് നിങ്ങൾ വിഷമിക്കരുത്. ഞാൻ എത്യോപ്യയിൽ ചെന്നപ്പോ എത്യോപ്യക്കാർ അവിടെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അവരുടെ മയ്യത്ത് കട്ടിൽ വെറും ഒരു പലകയല്ല, ആ മയ്യത്ത് കട്ടിലിന്റെ സൈഡിൽ തടവുണ്ട്. തലഭാഗത്തും കാൽഭാഗത്തും ചെറിയ മരകഷ്ണം വെച്ച് തടവക്കാറുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ തപ്പന തടിയുടെ ഈർന്നു വെച്ച പലകകൾ കൊണ്ടുവന്ന് നമ്മൾ ഇന്ന് നമ്മുടെ മസ്ജിദുകളിൽ കാണുന്ന മയ്യത്ത് കട്ടിൽ പോലോത്തൊരു മയ്യത്ത് കട്ടിൽ മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവിക്ക് മുമ്പിൽ വെച്ച് കാണിച്ചു കൊടുത്തു. ഫാത്തിമ, നിങ്ങളുടെ മയ്യത്ത് ഇവിടെ കിടത്തുകയും അവര് രോഗിയായി കിടക്കാൻ മരണത്തിലേക്കുള്ള യാത്രയാണ്, ഹബീബ് ഉടനെ വരുമെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉറപ്പിച്ചു, ആ രോഗശയിൽ കിടക്കുന്ന കിടത്തം ഇനി മരണത്തിലേക്കുള്ള യാത്രയാണെന്ന് ശരിക്ക് കാണിച്ചു കൊടുത്തു. നിങ്ങളെ ഇങ്ങനെ കിടത്തിയാൽ രണ്ട് ഭാഗവും മറയുകയും നിങ്ങളുടെ തലയോ കാലോ കാണാത്ത വിധം നിങ്ങളെ മറവിൽ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ? ഇത് പറഞ്ഞപ്പോഴാണ് അൽ ആന ത്വാബ ഖൽബി, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് അസ്മാ വതബസ്സമത്. അപ്പോഴാണ് ബീവി അന്ന് നബി തങ്ങളുടെ മുമ്പിൽ ചിരിച്ച ചിരിക്ക് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചത് തന്റെ ശരീരം മരണത്തിന് ശേഷവും ഒരാളും കാണില്ലല്ലോ എന്ന് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ കാണിച്ചു കൊടുത്തപ്പോഴാണ്. ഇത് അല്ലാഹുവിന്റെ നിയമമാണ്. മനുഷ്യന്റെ പരിഷ്കൃത ചിന്തകൾക്കൊരു പക്ഷേ ഇത് അന്യം നിന്ന് പോയേക്കാം. ഇസ്ലാമിന്റെ ധർമ്മവും അള്ളാഹുവിന്റെ ദീനിന്റെ ആത്മീയ വെളിച്ചവും ഇസ്ലാമിന്റെ ആധികാരികതയും മനസ്സിലാവാത്ത ഒരാൾക്ക് ഇതിന് മാത്രം എന്തുണ്ട് എന്ന് ചോദിച്ചേക്കാം. പക്ഷേ മുഅ്മിനത്തുകളായ ആളുകൾക്ക് ലഖദ് കാന ലകും ഫീ ഖസസിഹിം ഇബ്റ, ഇവരുടെ ചരിത്രത്തിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്, ഇവരുടെ ചരിത്രങ്ങളിൽ നിങ്ങൾക്ക് പാഠമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ഉണർത്തുന്നത് ഈ മാതൃകകൾ കണ്ടു പഠിക്കാനാണ്. അതുകൊണ്ട് അച്ചടക്കമുള്ള വസ്ത്രമിട്ട് നമ്മുടെ പെൺകുട്ടികൾ ഇറങ്ങുകയും നമ്മുടെ പുരുഷന്മാർ അവരവരുടെ കണ്ണുകൾ നിയന്ത്രിക്കുകയും പെണ്ണുങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്താൽ മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹയും മഹദിയായ ഫാത്തിമ ബിൻത് മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹയും മഹദിമാർ പോകുന്നിടത്തേക്ക് മഹദിമാരെ നമുക്ക് പോവണ്ടയോ? അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബിമാർ പോകുന്ന സ്വർഗ്ഗലോകത്തേക്ക് സഹോദരങ്ങളെ നമുക്ക് പോവണ്ടയോ? അതിനധ്വാനിക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ ഇതിനെ സഹായിക്കട്ടെ, അല്ലാഹു നമ്മെ സഹായിക്കട്ടെ, അല്ലാഹു സഹായിക്കട്ടെ.